ദേശീയ സിദ്ധ ദിനത്തോടനുബന്ധിച്ച് അവനവഞ്ചേരി സിദ്ധ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചന്ദ്രപ്രഭു എം സംസാരിക്കുന്നു. ഒരു ചികിത്സാ സമ്പ്രദായം എന്നത് ഒരു പുഴ പോലെയാണ്. അത് ഒഴുകിക്കൊണ്ടിരിക്കണം. പഴയ കാലത്തെ അറിവുകളെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ ആധുനിക ലോകത്തെ പ്രശ്നങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുന്ന ഒന്നായി അത് പരിണമിക്കണം. ഓരോ കാലഘട്ടവും എടുത്തു നോക്കുമ്പോൾ ഒരു പാരമ്പര്യ വൈദ്യശാസ്ത്ര ശാഖയുടെ രൂപീകരണം, നിലനിൽപ്പ്, വളർച്ച എന്നിവയെ നിർണ്ണയിക്കുന്നത് ദാർശനികമായ അടിത്തറയും പ്രായോഗികമായ ഫലപ്രാപ്തിയുമാണ്. സിദ്ധവൈദ്യത്തിലെ അടിസ്ഥാന തത്വങ്ങൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുമ്പോൾ രോഗലക്ഷണങ്ങൾക്കപ്പുറം മൂലകാരണത്തെ ചികിത്സിക്കുന്ന രീതി അതിൻ്റെ നിലനിൽപ്പിന് കരുത്തു പകരുന്നു. കാലത്തിനനുസരിച്ചു മാറുന്ന പുതിയ രോഗങ്ങളെ നേരിടാനുള്ള ക്ലിനിക്കൽ ശേഷിയും സാംസ്കാരികമായ സ്വീകാര്യതയും ഇതിന് ജനകീയ അടിത്തറ നൽകുന്നു. എല്ലാ വർഷവും അഗസ്ത്യമുനിയുടെ ജന്മദിനമായ ധനുമാസത്തിലെ ആയില്യം നക്ഷത്രത്തിൽ സിദ്ധദിനം ആഘോഷിക്കപ്പെടുന്നു. ജനുവരി മാസത്തിലെ 6-ാം തീയതിയിൽ ആചരിക്കപ്പെടുന്ന ഇത്തവണത്തെ 9ാമത് സിദ്ധദിനത്തിന്റെ പ്രമേയം ലോകാരോഗ്യത്തിനായി സിദ്ധ എന്നുള്ളതാണ്. മനുഷ്യന്റെ രോഗാവസ്ഥയും ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമാണ് ചികിത്സാ രീതികളോടുള്ള ആഭിമുഖ്യം നിർണ്ണയിക്കുന്നത്. മനുഷ്യനെ ശരീരം, മനസ്സ്, ആത്മാവ്, ജീവിതശൈലി എന്ന സമഗ്രതയിൽ നോക്കിക്കണ്ടും രോഗചികിത്സയ്ക്കൊപ്പം പ്രതിരോധവും ദീർഘകാല ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിടുന്ന സമഗ്ര സമീപനമാണ് സിദ്ധചികിത്സയുടെ അടിസ്ഥാന തത്വം. 2025ഓടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ കേന്ദ്രധാരയായി മാറിയ കൃത്യാധിഷ്ഠിത ചികിത്സാരീതി ഓരോ വ്യക്തിയുടെയും ജീനുകൾ, ശരീരഘടന, ജീവിതശൈലി, പരിസ്ഥിതി ഘടകങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ചികിത്സ കൃത്യമായി രൂപപ്പെടുത്തുന്ന വ്യക്തികേന്ദ്രിത സമീപനമാണ്. ജനിതക രൂപരേഖ നിർണയം പോലുള്ള ആധുനിക ശാസ്ത്രീയ മാർഗങ്ങൾ വഴി രോഗസാധ്യത മുൻകൂട്ടി തിരിച്ചറിയുകയും ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മരുന്നുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ഏകാരോഗ്യ നയം, മനുഷ്യാരോഗ്യം, മൃഗാരോഗ്യം, പരിസ്ഥിതി ആരോഗ്യം എന്നിവ തമ്മിലുള്ള അഭിവാജ്യ ബന്ധം അംഗീകരിച്ച് ജന്തുജന്യ രോഗങ്ങൾ, ആന്റിബയോട്ടിക് പ്രതിരോധം, ഭക്ഷ്യജല സുരക്ഷ തുടങ്ങിയ ആഗോള വെല്ലുവിളികളെ സംയോജിതമായി നേരിടുന്നു. രോഗപ്രതിരോധം, രോഗം മുൻകൂട്ടി കണ്ടെത്തൽ, സമയബന്ധിത പ്രതികരണം എന്നിവ ശക്തിപ്പെടുത്തി ദീർഘകാല ആരോഗ്യ സംരക്ഷണവും സുസ്ഥിര വികസനവും ഉറപ്പാക്കുന്നതാണ് ഈ സമഗ്ര സമീപനങ്ങളുടെ അന്തിമ ലക്ഷ്യം. അഭൂതപൂർവമായി സിദ്ധചികിത്സ ഈ പറഞ്ഞ 2 ആശയങ്ങളുടെ സത്തയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്രായോഗികമാക്കിയിരുന്നു. സിദ്ധയിൽ ഓരോ വ്യക്തിയും വാതം, പിത്തം, കഫം എന്ന ത്രിദോഷങ്ങളുടെ പ്രത്യേക സംയോജനമാണ്. അതനുസരിച്ച് ആഹാരം, ഔഷധം, ജീവിതശൈലി എന്നിവ വ്യക്തിനിഷ്ഠമായി നിർണ്ണയിക്കുന്നു. ഒരേ രോഗത്തിന് എല്ലാവർക്കും ഒരേ ചികിത്സ എന്ന ആശയം സിദ്ധയിലില്ല. ദിനചര്യ, ഋതുചര്യ, പഥ്യാഹാരം, കായകൽപ്പ ചികിത്സ എന്നിവ വ്യക്തിയുടെ ശരീരപ്രകൃതിയും പരിസ്ഥിതിയും കണക്കിലെടുത്താണ് നൽകുന്നത്. അതിനാൽ ആധുനിക ശാസ്ത്രം ഇന്ന് പ്രിസിഷൻ മെഡിസിൻ എന്നും വൺ ഹെൽത്ത് പോളിസി എന്നും വിളിക്കുന്നതിന്റെ പാരമ്പര്യ രൂപമാണ് സിദ്ധചികിത്സ. സിദ്ധതത്വങ്ങളെയും ഈ 2 സമീപനങ്ങളെയും ശാസ്ത്രീയമായി ഏകീകരിക്കുന്നതിലൂടെ വ്യക്തികേന്ദ്രിതവും പ്രകൃതി സൗഹൃദവും സമന്വയിക്കുന്ന ഒരു നവീന മാതൃകയായി ലോകാരോഗ്യത്തിനായുള്ള സിദ്ധ എന്ന ദർശനം ശക്തമായി ഉയർന്നുവരുന്നു. നിശബ്ദ മഹാമാരിയായ ആന്റിമൈക്രോബിയൽ പ്രതിരോധം ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ആഗോള വെല്ലുവിളികളിൽ ഒന്നാണ്. അമിതവും ഏകമാനദണ്ഡവുമായ ആന്റിബയോട്ടിക് ഉപയോഗം മൂലം സാധാരണ അണുബാധകൾ പോലും മാരകാവസ്ഥകളിലേക്ക് മാറുന്ന സാഹചര്യമാണിന്ന്. അനേകം സജീവ സംയുക്തങ്ങൾ ഉൾക്കൊള്ളുന്ന സിദ്ധ ഔഷധങ്ങൾ രോഗാണുക്കളുടെ സംരക്ഷണ സംവിധാനങ്ങളും ഏകോപന ശേഷിയും തകർക്കുന്നതിനാൽ ആന്റിബയോട്ടിക് പ്രതിരോധം വികസിക്കുന്നത് ദുഷ്കരമാക്കുകയും നിലവിലുള്ള ചികിത്സയ്ക്ക് പിന്തുണയായി പ്രതിരോധശേഷി ക്രമീകരണത്തിനും ദീർഘകാല രോഗങ്ങൾക്കുള്ള ബദൽ ചികിത്സയായും സിദ്ധയുടെ പ്രസക്തി വളരുന്നു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഡെങ്കി, മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികളുടെ വ്യാപനം വർദ്ധിപ്പിച്ച് 2030 മുതൽ 2050 വരെയുള്ള കാലത്ത് വർഷം തോറും ഏകദേശം 2.5 ലക്ഷം അധിക മരണങ്ങൾക്ക് കാരണമാകാമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. പ്രപഞ്ച മനുഷ്യബന്ധം വിശദീകരിക്കുന്ന അണ്ടത്തിൽ ഉള്ളതേ പിണ്ഡം എന്ന സിദ്ധതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഋതുചര്യകൾ വഴി ത്രിദോഷ സന്തുലനം സിദ്ധവൈദ്യം നിർദ്ദേശിക്കുന്നു. സസ്യ ധാതു ഔഷധങ്ങളും എണ്ണക്കുളി, ലേപനം പോലുള്ള ചികിത്സകളും രോഗപ്രതിരോധത്തിലും താപസമ്മർദ്ദ നിയന്ത്രണത്തിലും സഹായിക്കുന്നു. പ്രകൃതി സൗഹൃദ ഔഷധ നിർമ്മാണത്തിലൂടെ സിദ്ധവൈദ്യം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ ഒരു സുസ്ഥിര ഹരിത ആരോഗ്യ മാതൃകയാണ്. കോവിഡിന് ശേഷമുള്ള സാമൂഹിക മാറ്റങ്ങൾ, സാമ്പത്തിക അസ്ഥിരത, ഡിജിറ്റൽ ലോകത്തിന്റെ സ്വാധീനം എന്നിവ ആഗോളതലത്തിൽ ഉത്കണ്ഠയും വിഷാദരോഗവും വർദ്ധിക്കാൻ കാരണമായി.
ഇന്ന് ഗവൺമെന്റുകൾ മാനസികാരോഗ്യത്തെ വെറുമൊരു സാമൂഹിക പ്രശ്നമായല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമായാണ് കണക്കാക്കുന്നത്. സിദ്ധവൈദ്യശാസ്ത്രത്തിൽ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേറിട്ടല്ല കാണുന്നത്. മനസ്സും ത്രിദോഷങ്ങളും തമ്മിലുള്ള അസന്തുലിതാവസ്ഥയാണ് മാനസിക പ്രതിസന്ധികൾക്ക് കാരണമാകുന്നത്. ഈ അവസ്ഥയിൽ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ വിവിധങ്ങളായ ആന്തരിക ഔഷധങ്ങൾ ഉപയോഗിക്കുന്നു. ഒപ്പം തൊക്കണം, നസ്യം, എണ്ണക്കുളി തുടങ്ങിയ ബാഹ്യ ചികിത്സകൾ വഴി ശരീരത്തിലെ അധികമായ താപവും വായുകോപവും കുറയ്ക്കുന്നു. പ്രാണവായുവിനെ നിയന്ത്രിക്കുന്ന പ്രാണായാമം, ജീവനാഡികളെ ഉണർത്തുന്ന വർമ്മചികിത്സ, മനോന്മണി തുടങ്ങിയ യോഗമുറകൾ പരിഭ്രാന്തിയും വിഷാദവും കുറച്ച് മനസ്സിന് ഏകാഗ്രത നൽകുന്നു. ജീവിതശൈലീ രോഗങ്ങളും അപചയപ്രവർത്തന വൈകല്യങ്ങളും. ആഗോളതലത്തിൽ പ്രതിവർഷം സംഭവിക്കുന്ന മരണങ്ങളിൽ 74% സാംക്രമികേതര രോഗങ്ങൾ മൂലമാണ്. ഇതിൽ 80% ഹൃദ്രോഗം, അർബുദം, ശ്വാസകോശ രോഗങ്ങൾ, പ്രമേഹം എന്നീ 4 പ്രധാന വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു. 30-നും 69-നും ഇടയിൽ പ്രായമുള്ളവരിൽ സംഭവിക്കുന്ന അകാല മരണങ്ങളിൽ ഭൂരിഭാഗവും വികസ്വര രാജ്യങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം, രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ്, അമിതവണ്ണം, കൊളസ്ട്രോൾ വ്യതിയാനം തുടങ്ങിയ ഉപാപചയ ഘടകങ്ങളാണ് ഈ രോഗങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ. സിദ്ധവൈദ്യശാസ്ത്രം ജീവിതശൈലീ രോഗങ്ങളെ നേരിടുന്നത് ത്രിദോഷങ്ങളെ സന്തുലിതമാക്കി ഉപാപചയ പ്രക്രിയ ക്രമീകരിച്ചുകൊണ്ടാണ്. പ്രമേഹം, അമിതഭാരം, ഹൃദ്രോഗം എന്നിവയെ പ്രതിരോധിക്കാൻ ശരീരശുദ്ധിക്രിയകൾ, ഔഷധസേവ, പഥ്യം, കായകൽപ്പം എന്നീ ചതുർമുഖ ചികിത്സാരീതികൾ സിദ്ധയിൽ പൊതുവെ ഉപയോഗിക്കുന്നു. ഇതോടൊപ്പം യോഗ പരിശീലനവും വർമ്മചികിത്സയും ഹോർമോൺ ഉൽപ്പാദനത്തെയും രക്തയോട്ടത്തെയും മെച്ചപ്പെടുത്തുന്നു. ആധുനിക ചികിത്സയ്ക്കൊപ്പം സിദ്ധ ഔഷധങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതിലൂടെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും ജീവിത നിലവാരം ഉയർത്താനും സാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. സിൽവർ സുനാമി എന്നറിയപ്പെടുന്ന വയോജനങ്ങളുടെ വർധനവ്. മനുഷ്യായുസ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡിമെൻഷ്യ, അൾഷിമേഴ്സ് തുടങ്ങിയ വാർദ്ധക്യ രോഗങ്ങൾ ഉയരുമ്പോൾ വൈദ്യശാസ്ത്രം ആയുർദൈർഘ്യ ചികിത്സയിലേക്ക് മാറുന്നു. ശാരീരിക, മാനസിക, സാമൂഹിക, ആത്മീയ തലങ്ങളെ സംയോജിപ്പിക്കുന്ന സിദ്ധവൈദ്യം കായകൽപ്പ ചികിത്സയിലൂടെ കോശനാശവും അസ്ഥിക്ഷയവും തടയുന്നു. സിദ്ധയിൽ പ്രതിപാദിക്കുന്ന പൊതു കൽപ്പങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുമ്പോൾ വിശേഷകൽപ്പങ്ങൾ ശ്വാസകോശ, നാഡീരോഗങ്ങളിൽ സഹായിക്കുന്നു. തൊക്കണം, ലേപനം, ആവി പിടിക്കൽ എന്നിവ രക്തയോട്ടവും സന്ധിബലവും മെച്ചപ്പെടുത്തുന്നു. യോഗ, പ്രാണായാമം ശ്വസനവും മാനസികാരോഗ്യവും ശക്തിപ്പെടുത്തുന്നു. സാമൂഹിക ഇടപെടലുകൾ, ഒറ്റപ്പെടലുകൾ കുറയ്ക്കുന്നു. വർമ്മചികിത്സ നാഡീസംബന്ധവും അസ്ഥിസംബന്ധവുമായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നു. വൈദ്യനിർദ്ദേശപ്രകാരം ദീർഘകാല ഉപയോഗയോഗ്യമായ സിദ്ധ ഔഷധങ്ങൾ രോഗചികിത്സയ്ക്കപ്പുറം പ്രവർത്തനക്ഷമതയും ജീവിത നിലവാരവും ഉയർത്തുന്ന സമഗ്ര സാന്ത്വന പരിപാലനം ഉറപ്പാക്കുന്നു. യുദ്ധങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ഭക്ഷണത്തിന്റെ വിതരണ ശൃംഖലയെ തകർത്തിട്ടുണ്ട്. ഇത് പോഷകാഹാരക്കുറവ് ഉണ്ടാക്കുന്നു. ഒരു വശത്ത് കുട്ടികളിൽ വളർച്ചാ മുരടിപ്പ് സംഭവിക്കുമ്പോൾ മറുവശത്ത് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഗുണനിലവാരമില്ലാത്ത ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നതുമൂലം അമിതവണ്ണവും വർദ്ധിക്കുന്നു. സിദ്ധവൈദ്യത്തിൽ പോഷകാഹാരക്കുറവ് എന്നത് ദഹനവ്യവസ്ഥയിലെ തകരാറുകൾ മൂലമോ ഭക്ഷണത്തിലെ സത്ത് കുറയുന്നതുമൂലമോ സംഭവിക്കുന്നതാണ്. എല്ലുകൾക്കും പേശികൾക്കും ബലക്കുറവുണ്ടാവുകയും ശരീരത്തിലെ സപ്തധാതുക്കളുടെ വികാസത്തെ തടയുകയും ചെയ്യുന്നു. ഈ അവസ്ഥയ്ക്ക് പരിഹാരമായി ദഹനശക്തി വർദ്ധിപ്പിക്കാനും ശരീരപുഷ്ടിക്കായും പോഷകസമൃദ്ധമായ ഔഷധങ്ങൾ സിദ്ധ നിർദ്ദേശിക്കുന്നു. കൂടാതെ ഉണവേ മരുന്ന് എന്ന തത്വപ്രകാരം പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണ രീതിയിലൂടെയും നിശ്ചിത ഇടവേളകളിലുള്ള ക്രിമിശോധന ചികിത്സ ശരീരത്തിന് ആവശ്യമായ ഊർജവും പ്രതിരോധശേഷിയും വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ആധുനിക കാലത്ത് ശാസ്ത്രീയമായ തെളിവുകളും ഗവേഷണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ സിദ്ധചികിത്സാ സമ്പ്രദായത്തിന് അംഗീകാരം നേടിക്കൊടുക്കുന്നു. കേന്ദ്ര, സംസ്ഥാന തലങ്ങളിൽ നിന്നുള്ള ഭരണപരമായ പിന്തുണയും കാലാനുസാരിയായ വിദ്യാഭ്യാസ രീതിയിലേക്കുള്ള മാറ്റവും ഈ മേഖലയുടെ വികാസത്തിന് വേഗം കൂട്ടുന്നു. ഒപ്പം കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നു എന്ന സാമ്പത്തിക ഘടകവും ഈ വൈദ്യശാസ്ത്ര വ്യവസ്ഥയുടെ വിജയം നിർണ്ണയിക്കുന്നു. ദേശീയ സിദ്ധദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് അവനവഞ്ചേരി സിദ്ധ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചന്ദ്രപ്രഭു എം.